ഇരവിപുരം നിയമസഭാ സീറ്റിനെ ചൊല്ലിയുള്ള RSPയുടെ തർക്കം അവസാനിപ്പിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയം. RSPയിൽ മത്സരിക്കാൻ ആളില്ലെങ്കിൽ കോൺഗ്രസിന് സീറ്റ് മടക്കി നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ്. പരസ്യ പ്രസ്താവനകൾ നടത്തി ഇരവിപുരത്തെ വിജയസാധ്യതയെ ഇല്ലാതാക്കരുത്. കാർത്തിക് പ്രേമചന്ദ്രൻ വിജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥിയെന്നും പ്രമേയത്തിൽ പരാമർശിക്കുന്നു. ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് സീറ്റ് തരണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. RSPയുടെ നേതാക്കന്മാർ കൃത്യമായിട്ട് ഇതിനകത്ത് ഒരു മാനദണ്ഡം കൊണ്ടുവരണം. ഇങ്ങനെ നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം പാഴാക്കുന്ന ഒരു ശ്രമവും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അപ്പൊ എങ്ങനെയും ഇവിടെ വിജയിക്കാനുള്ള ഒരു പച്ചക്കൊടി ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ പാടില്ല. RSPക്കാണ് സീറ്റെങ്കിൽ അത് NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. ഷമീർ അബ്ദുള്ളാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ നിലപാടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കാർത്തിക് പ്രേമചന്ദ്രന് പിന്തുണ കൂടി നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തർക്കങ്ങളും ചർച്ചകളും ഒക്കെ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ നേതൃത്വം കടക്കുമോ? തീർച്ചയായും RSPയിൽ ഇപ്പോൾ മത്സരിക്കാൻ ഒരു യുവമുഖവും ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് കാർത്തിക് പ്രേമചന്ദ്രൻ. എന്നാൽ കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കാതിരിക്കാൻ RSPയിലെ തന്നെ ഒരു വിഭാഗം രംഗത്തെത്തുകയും കഴിഞ്ഞ ദിവസം ഷിബു ബേബി ജോൺ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം RSPയുടെ സംസ്ഥാന സെക്രട്ടറിയെ മുൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത അസീസ് ചില പ്രസ്താവനകൾ ഇന്ന് ചില മാധ്യമങ്ങളിലൂടെ നടത്തുകയും ചെയ്തു. ആ പ്രസ്താവനക്കെതിരെയാണ് ഇപ്പോൾ ഇരവിപുരത്തെ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ യൂത്ത് കോൺഗ്രസും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇരവിപുരത്ത് നിലവിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതെന്നും ഈ നേതൃത്വത്തെ RSP നേതാക്കളെ വിലക്കണം. ഏതടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത്? അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കണമെങ്കിൽ ഒരു യുവമുഖത്തെ പരിഗണിക്കണം. കഴിഞ്ഞ നിയമസഭാ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ സജീവമായി പ്രവർത്തിച്ചയാളാണ് കാർത്തിക് പ്രേമചന്ദ്രൻ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കാർത്തിക് പ്രേമചന്ദ്രനെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ അതിൽ പരസ്യമായ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തും. അതുകൊണ്ട് തന്നെ RSPയുടെ നേതൃത്വം പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണം, ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്.